പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത സംഭവത്തിനു പിന്നിൽ ഭാരതമാണ് എന്ന പാകിസ്ഥാന്റെ പ്രസ്താവന തള്ളി വിദേശകാര്യ മന്ത്രാലയം. അടിസ്ഥാനരഹിതമായ വാദമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങൾ മറ്റു രാജ്യങ്ങളുടെ മുകളിൽ കെട്ടിവയ്ക്കരുതെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാകിസ്ഥാന് പല ആഭ്യന്തര കാര്യങ്ങളും ഉണ്ടായിരിക്കാം, അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കുന്ന നടപടി ശരിയല്ല എന്നുള്ള കാര്യം കൈവിട്ട കളിയാണ് പാകിസ്ഥാന്റെ ഈ വാക്ക്. അതായത് നിങ്ങളാണ് കാരണക്കാർ, നിങ്ങളാണ് ഉത്തരവാദികൾ എന്ന് വിരൽ ചൂണ്ടുമ്പോൾ അതൊരു കൈവിട്ട കളിയാണ് പാകിസ്ഥാൻ. അക്കാര്യത്തിൽ സംശയമില്ല. കാരണം പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നം രൂക്ഷമാണ് എന്ന് എല്ലാവർക്കും അറിയാം. വിദേശ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. അതിനിടയിൽ അവിടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സംഘടന, തീവ്ര സംഘടന തന്നെയാണ് പാക് സൈനികരെ അത് വളഞ്ഞതും, ക്ഷമിക്കണം, ബലൂചിസ്ഥാൻ പോരാളികൾ അങ്ങനെയാണ്. അവർ അത് വളഞ്ഞതും അവർ ട്രെയിൻ ആക്രമിച്ചതും സൈനികരെ അടക്കം ബന്ദികളാക്കിയതും കൊന്നതുമൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പോഴാണ് ഇന്ത്യയാണ് കാരണക്കാർ എന്ന് പറയുന്നത്. ഗൗതം, പാകിസ്ഥാൻ്റേത് അപകടം പിടിച്ച കളിയോ? കൃഷ്ണരാജ, ഈ ബലൂചിസ്ഥാനിൽ ജാഫർ എക്സ്പ്രസ് എന്ന ട്രെയിന് ബലൂജ് ലിബറേഷൻ ആർമി തട്ടിക്കൊണ്ട് പോയതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ വിദേശകാര്യ വക്താവ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ഇസ്ലാമാബാദിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ നേരിട്ട് ഇതിൽ ഇടപെടുന്നില്ലെങ്കിൽ പോലും പരോക്ഷമായ നിലയിൽ ഇന്ത്യയുടെ വലിയ പിന്തുണ ബലൂചിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ ഇന്ത്യയും ചേർന്നുകൊണ്ടാണ് ഈ ബലൂജ് ലിബറേഷൻ ആർമിയെ മുൻനിർത്തി ഈ ട്രെയിൻ തട്ടിക്കൊണ്ടു പോവുകയും ആളുകളെ ബന്ദിയാക്കുകയും പിന്നീട് വലിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തത് എന്നതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ആരോപണം. എന്നാൽ ഇതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഭാരതം രംഗത്തെത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഭീകരവാദത്തെ കയറ്റി അയക്കുന്ന പാരമ്പര്യം ആർക്കാണുള്ളത് എന്നത് സംബന്ധിച്ച് ലോകത്ത് മറ്റു രാജ്യങ്ങൾക്കൊന്നും സംശയമുണ്ടാകില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു. മറ്റു രാജ്യങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമായി ഭീകരവാദത്തെ കയറ്റി അയക്കുന്നത് പാകിസ്ഥാനാണ്. അത് മറ്റു രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അത്തരമൊരു പാരമ്പര്യമില്ല. മാത്രമല്ല, പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ല എന്ന് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ സ്വയം പരാജയപ്പെടുന്ന, അതായത് അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെടുന്ന പാകിസ്ഥാൻ അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ അടിസ്ഥാനരഹിതവും അതോടൊപ്പം തന്നെ മനുഷ്യന്റെ വിവേകത്തെ ചോദ്യം ചെയ്യുന്നതുമായ പ്രസ്താവനയാണ് പാകിസ്ഥാൻ ഈ ബലൂജ് വിഷയത്തിൽ നടത്തുന്നത് എന്നതായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മറുപടി. എന്തായാലും ശക്തമായ ഭാഷയിൽ ഭാരതം അതിന് മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു. കാരണം ബലൂചിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കാരണം 1948 മുതൽ ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ പിടിച്ചെടുത്ത് വയ്ക്കുകയും അവിടെ നിന്നും തങ്ങൾക്ക് മോചനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പതിറ്റാണ്ടുകളായി പ്രതിഷേധവും സമരവും നടക്കുകയാണ്. പിന്നീട് അത് ഒരു അക്രമത്തിൻ്റെ പാതയിലേക്ക് എത്തുന്നതിൽ പോലും പാകിസ്ഥാന് വലിയ തോതിൽ പങ്കുണ്ട്. കാരണം 2007 ബലൂചിസ്ഥാൻ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന പല പ്രധാനപ്പെട്ട നേതാക്കളെയും പർവേസ് മുഷറഫിൻ്റെയൊക്കെ ഭരണകാലത്ത് വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ നിന്നാണ് പിന്നീട് ഈ ബലൂജ് ലിബറേഷൻ ആർമി കൂടുതൽ അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങളെ മാറ്റുകയും അവരുടെ മജീദ് ബ്രിഗേഡ് എന്ന പ്രത്യേക ചാവേർ വിഭാഗം രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഈ പാകിസ്ഥാൻ ഭരണകൂടം, പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള നേതാക്കൾ ബലൂചിസ്ഥാന് മേൽ നടത്തുന്ന വലിയ തോതിലുള്ള ക്രൂരതകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇപ്പോൾ കാണുന്ന പ്രശ്നങ്ങളെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത്. അതിനാൽ അവിടുത്തെ ആഭ്യന്തര പ്രശ്നമാണത്. അതിപ്പോൾ ഇന്ത്യയുടെ തലയിലേക്ക് മെല്ലെ മെല്ലെ ചേർത്ത് വെക്കാനുള്ള ശ്രമത്തെയാണ് ഭാരതം ഇപ്പോൾ നയതന്ത്ര തലത്തിൽ തന്നെ തടയുന്നത്. കൃഷ്ണരാജ്, ഇന്ത്യ കൃത്യമായ മറുപടി നൽകുന്നു. നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട, ഇന്ത്യയാണ് അതിന് പിന്നിലെന്ന പാകിസ്ഥാന്റെ ആരോപണം അസംബന്ധമാണ്. കൃത്യമായി വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.